ഹലോ എവ്രിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 3 ആണ്, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1. ഇതിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഫസ്റ്റ് അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്, പിന്നെ ജേണൽ എൻട്രീസ്, പിന്നെ ലെഡ്ജർ. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇത് നിങ്ങൾ മറക്കാനായിട്ട് പാടില്ല, ഇത് നോട്ട് ചെയ്ത് വെക്കണം. ദെൻ ജേണൽ എൻട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാറ്, ജേണൽ എൻട്രീസ് എന്ന് പറയാറ്. അപ്പൊ അതും നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ആ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷനെ ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, ലെഡ്ജർ. അപ്പൊ ഈ 3 ഐറ്റംസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നേരെ അക്കൗണ്ടിങ് ഇക്വേഷനിലേക്ക് കിടക്കാം. നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താന്നാ പറഞ്ഞത്, അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇതാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് എക്സാം ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് March 23 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. പ്രൂവ് ദ അക്കൗണ്ടിങ് ഇക്വേഷൻ. അതിൽ നമുക്ക് 3 ട്രാൻസാക്ഷൻസ് ആണ് തന്നിട്ടുള്ളത്, അത് വേണം നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 20,000. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ കാണുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിൽ ഏതൊക്കെ ആസ്പെക്ട് ആണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ക്യാഷ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഒരു ആസ്പെക്ട് നമുക്ക് കിട്ടി, ഫസ്റ്റ് വൺ ക്യാഷ് ആണ്. പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിസിനസിന്റെ ഓണർ കൊണ്ടുവരുന്ന ഇതെന്താണ്, ക്യാഷ് കൊണ്ടുവരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ക്യാപിറ്റൽ. സോ ഇത് രണ്ടുമാണ് നമ്മുടെ ആസ്പെക്ട്സ് വരുന്നത്. ഓക്കെ. അപ്പൊ നമുക്കിത് ഇതിലെങ്ങനെയാ റെക്കോർഡ് ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഇതിന്റെ ഫോർമാറ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് പാർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കോളം കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് എഴുതി. ഇനി ഇതിന്റെ അണ്ടറിൽ ഇവിടെ അസറ്റ്സും ഇവിടെ ലയബിലിറ്റിയും ക്യാപിറ്റലും ആണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താവുന്നത്, 2 ആസ്പെക്ട് നമ്മൾ പറഞ്ഞു, ക്യാഷും ഉണ്ട് ക്യാപിറ്റലും ഉണ്ട്. അപ്പൊ ഇത് ക്യാഷ് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റ് ആണ്. സോ അസറ്റിന്റെ താഴെ നമ്മൾ ക്യാഷ് എന്ന് എഴുതി കൊടുത്തു. ദെൻ നെക്സ്റ്റ് എന്താ, ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഈ ക്യാപിറ്റലിന്റെ അണ്ടറിലാണ് എഴുതേണ്ടത്. സോ ഇവിടെ ക്യാപിറ്റൽ എന്ന് എഴുതി കൊടുത്തു. അപ്പൊ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷന്റെ 2 ആസ്പെക്റ്റും നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്തത് നോക്കാം, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഇവിടെ ഏതൊക്കെ ആസ്പെക്റ്റാ വരാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. ഗുഡ്സ് വാങ്ങുമ്പോൾ നമുക്ക് ഇതിൽ ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചതെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ ഫസ്റ്റ് വൺ ക്യാഷ് ആണെന്നുള്ളത് എല്ലാവർക്കും പിടികിട്ടിണ്ടാവും അല്ലേ. പിന്നെ അടുത്ത ആസ്പെക്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗുഡ്സ് ആണ് വരുന്നത്. അപ്പൊ ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ സ്റ്റോക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റോക്ക് എന്ന് എഴുതി എഴുതാം, സ്റ്റോക്ക് അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ ഇൻവെന്ററി എന്ത് വേണമെങ്കിൽ നമുക്ക് എഴുതാം. സോ ഇവിടുത്തെ 2 ആസ്പെക്ട് നമുക്ക് കിട്ടി, ക്യാഷും സ്റ്റോക്കും. അപ്പൊ നമ്മളിത് ഇവിടേക്ക് എടുത്ത് എഴുതുമ്പോൾ ക്യാഷ് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്, ഹെഡിങ് ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ അത് നമുക്ക് ഇനി എഴുതേണ്ട ആവശ്യമില്ല. ദെൻ അടുത്ത സെറ്റ് എന്താ വരുന്നത്, സ്റ്റോക്ക് ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റോക്ക് എഴുതി കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇത് രണ്ടും കഴിഞ്ഞു. ഇപ്പൊ ഇത് നമ്മൾ റെക്കോർഡ് ചെയ്തു കേട്ടോ, ഹെഡിങ് റെക്കോർഡ് ചെയ്തു. ഇനി ട്രാൻസാക്ഷൻ നമുക്ക് ചെയ്യണം. ഓക്കെ. ഇനി അടുത്തത്, സോൾഡ് ഗുഡ്സ് ടു ബാനു ഓൺ ക്രെഡിറ്റ് കോസ്റ്റിംഗ് 5,000 ഫോർ 8,000. അതായത് 5,000 റുപ്പീസിന്റെ ഗുഡ്സ് നമ്മൾ ആർക്ക് സെയിൽ ചെയ്തു, ബാനുവിന് സെയിൽ ചെയ്തു. പക്ഷെ അത് 5,000-നാണോ സെയിൽ ചെയ്തത്, അല്ല അല്ലെ. എത്രയ്ക്കാ, 8,000-നാണ്. അപ്പൊ 5,000-ന്റെ സാധനം 8,000-ന് കൊടുക്കുമ്പോ അവിടെ 3,000 എന്തുണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. ഈ കാര്യം നോട്ട് ചെയ്യണം ഇങ്ങനത്തെ ട്രാൻസാക്ഷൻ വരുമ്പോ. ദെൻ ഇവിടെ എന്ത് സെയിലാന്നാ പറഞ്ഞേക്കുന്നത്, ക്രെഡിറ്റ് സെയിലാണ്. അപ്പൊ ക്യാഷ് വരുമോ, ഇല്ല. നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ക്യാഷ് ഇപ്പൊ കിട്ടോ, ഇല്ല. അപ്പൊ ഇവിടെ ക്രെഡിറ്റ് സെയിലാണ്. നമ്മൾ ഒരാൾക്ക് സാധനങ്ങൾ ക്രെഡിറ്റ് സെയിലിന് വിൽക്കുമ്പോ ആള് നമുക്ക് എന്തായിട്ട് മാറുന്നത്, ഡെപ്റ്റർ ആണ്. നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആളാണ് അല്ലേ. അപ്പൊ അത് ആരാണ്, ഡെപ്റ്റർ ആണ്. സോ ഇവിടെ ഡെപ്റ്റർ ആരാണ്, ബാനു. ഓക്കെ. അപ്പൊ ഡെപ്റ്റർ ഇവിടെ ഫോം ആവുന്നുണ്ട്. ദെൻ വേറൊരു എഫക്റ്റും കൂടി ഇവിടെ വരുന്നത്, നമ്മുടെ സ്റ്റോക്ക് അത്രയും പോകുന്നുണ്ട്. നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അത്രയും സ്റ്റോക്ക് നമ്മുടെ പോകുന്നുണ്ട്. സോ സ്റ്റോക്കും വരുന്നുണ്ട്, ആസ്പെക്ട്. ഓക്കെ. അപ്പോ
ഇവിടെ ഡെപ്റ്റർ വരുന്നുണ്ട്, സ്റ്റോക്ക് വരുന്നുണ്ട്, ദെൻ ഇവിടെ ഒരു പ്രോഫിറ്റും കൂടി വരുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ 3 ആസ്പെക്ട് ആണ് വരുന്നത്: ഡെപ്റ്റർ, സ്റ്റോക്ക് ആൻഡ് പ്രോഫിറ്റ്. അപ്പൊ നമ്മളിവിടെ റെക്കോർഡ്, ഇവിടെ ഹെഡിങ് കൊടുക്കാത്തത് എന്താണ്? ഇതില് ഡെപ്റ്റർ ആണല്ലേ, അപ്പൊ ഡെപ്റ്റർ ആഡ് ചെയ്യാം. പ്രോഫിറ്റ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓണർക്ക് ഉള്ളതല്ലേ. അപ്പൊ നമ്മളത് ക്യാപിറ്റലിന്റെ ഒപ്പാണ് ആഡ് ചെയ്ത് കാണിക്കുക. സോ നമുക്ക് ട്രാൻസാക്ഷൻസ് ഓരോന്നായിട്ട് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ എ, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. എന്താ വരാ? ക്യാഷ് കൊണ്ടുവന്നു അല്ലെ, അപ്പൊ ക്യാഷ് ഇൻക്രീസ് ആയി, ക്യാഷ് വന്നു. അപ്പൊ തന്നെ നമുക്ക് എന്തും കൂടി ക്രിയേറ്റ് ആവുന്നുണ്ട്? ക്യാപിറ്റലും കൂടി ക്രിയേറ്റ് ആവുന്നുണ്ട്. സോ ഇവിടെയും കൂടി 2000 ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ റെക്കോർഡ് ചെയ്യാം. രണ്ടാമത്തെ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്താ? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്ത് വരുന്നുണ്ട്? അതിവിടെ ട്രാൻസാക്ഷൻ ഒന്ന് എഴുതി കൊടുക്കുക. പർച്ചേസ് നിങ്ങൾ ഫുൾ ആയിട്ട് എഴുതണം. പർച്ചേസ്ഡ് ഗുഡ്സ്, ഗുഡ്സ് വാങ്ങുമ്പോൾ ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. സോ ക്യാഷ് അത്രയും നമ്മുടെ പോയി. ഓക്കെ, ഇത് 20,000 ആണ് കേട്ടോ. ക്യാഷ് അത്രയും നമ്മുടെ പോയി, 8,000 നമ്മുടെ പോയി. പകരം എന്ത് വന്നു? 8,000ന്റെ വാല്യൂ ഉള്ള ഗുഡ്സ് നമ്മൾക്ക് വന്നു. ഓക്കെ, നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ 8,000 നമുക്ക് വന്നു. ഇങ്ങനെ 2 ട്രാൻസാക്ഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മളിത് ബാലൻസ് ചെയ്യണം. ഓക്കെ, ഇത് ഫുൾ ആയിട്ട് വരച്ച് ബാലൻസ് ചെയ്യണം. ഇവിടെ ഒരു ന്യൂ അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ് ഫോം ആവുന്നത്. സോ ന്യൂ ഇക്വേഷൻ എന്ന് എഴുതണം ഇവിടെ. ഓക്കെ, ന്യൂ ഇക്വേഷൻ എഴുതിയിട്ട് ഇത് നമ്മളൊന്ന് ബാലൻസ് ചെയ്യണം. ഇവിടെ 20,000 ക്യാഷ് കൊണ്ടുവന്നു, അതിൽ നിന്ന് 8,000 നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അപ്പൊ ബാക്കി എത്രയുണ്ട്? 12,000. ഇവിടെ ഇത്രയാണ് വരുന്നത്. ദെൻ ഈ 8,000 ഇവിടെ പ്ലസ് ആയില്ലേ, അപ്പൊ ഈ 8,000 ഇങ്ങോട്ട് എടുത്ത് എഴുതണം. ദെൻ ഇപ്പുറത്ത് ലയബിലിറ്റിയുടെ സൈഡിൽ ക്യാപിറ്റൽ മാത്രമല്ലേ ഉള്ളൂ. സോ അത് നമ്മൾ എടുത്ത് എഴുതാം 20,000. അപ്പൊ നമ്മൾ ഈ ഒരു ന്യൂ ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഈ സൈഡും അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അതപ്പോ ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ അത് നോക്കണം. ഇപ്പൊ ഇവിടെ 12,000 പ്ലസ് 8,000 20,000, അതേപോലെ തന്നെ അപ്പുറത്തും 20,000. അപ്പൊ ഇത് ടാലി ആയി പോയി. ഇനി നമുക്ക് മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കിയാലോ. സോൾഡ് ഗുഡ്സ് അല്ലേ. സോൾഡ് ഗുഡ്സ് എന്താ പറഞ്ഞേ? ടു ബാനു. അവിടെ ഡെപ്റ്റർ ക്രിയേറ്റ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. എത്ര രൂപയുടെ ഡെപ്റ്റർ ആണ് നമുക്ക് ക്രിയേറ്റ് ആവുന്നത്? നമ്മൾ 5,000 രൂപയുടെ സാധനം 8,000 രൂപയ്ക്കാണ് വിറ്റത്. സോ 8,000 രൂപ ആള് നമുക്ക് ഇങ്ങോട്ട് തരണം. അപ്പൊ ഡെപ്റ്റർ എത്ര തരാണ്? 8,000. ഇവിടെ പ്ലസ് 8,000 വന്നു. ഓക്കെ, ഇനി നമ്മുടെ ഇത് സ്റ്റോക്ക് എത്രേന്റെ വാല്യൂ ഉള്ള സ്റ്റോക്കാ പോയത്? കോസ്റ്റിംഗ് ₹5,000. അപ്പൊ 5,000 സ്റ്റോക്കേ നമ്മുടെ പോയിട്ടുള്ളൂ. ഓക്കെ, 5,000ന്റെ സ്റ്റോക്ക് പോയി. എത്രയ്ക്കാ പോയത്? 8,000. അപ്പൊ 8,000 റുപ്പീസ് ഡെപ്റ്റർ നമുക്ക് ഇങ്ങോട്ട് തരാനുണ്ട്. പ്ലസ് എന്തും കൂടി ഉണ്ട്? പ്രോഫിറ്റ് ഉണ്ട്. 5,000 രൂപയുടെ സാധനം 8,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ പ്രോഫിറ്റ് ആണ്. എത്രയാ? 3,000 ആഡും ചെയ്യണം ക്യാപിറ്റലിന്റെ കൂടെ. ഓക്കെ, ഇനി നമുക്കിത് നമ്മുടെ 3 ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നമുക്കിത് ഒന്നും കൂടി ബാലൻസ് ചെയ്യാം. അപ്പൊ അസറ്റ് സൈഡ് നമ്മൾ നോക്കുമ്പോൾ ക്യാഷ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഡെപ്റ്റർ ഉണ്ട് അല്ലേ. അപ്പൊ ഇവിടെ 12,000 എടുത്ത് എഴുതി. ഇവിടെ എത്ര? 8,000 5,000 പോകുമ്പോ ബാക്കി 3,000. ഇവിടെ ഒരു 8,000 കൂടി ഉണ്ട് അല്ലേ. അപ്പൊ ഇവിടെ എത്രയുണ്ട്? പ്ലസ് ആണ്. സോ 23,000. ഇനി ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അതായത് അസറ്റിൽ നമുക്ക് 12,000 3,000 8,000 ഇത് ആഡ് ചെയ്യുമ്പോ എത്ര വരാ? 23,000 അല്ലേ. അതുപോലെ തന്നെ ലയബിലിറ്റി സൈഡിലും 23,000. കണ്ടോ, രണ്ടും ടാലി ആയി പോയി. ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ കറക്റ്റ് ആയില്ലേ? അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ലയബിലിറ്റീസ് എന്ന് പറയാൻ ഇവിടെ ഒന്നുമില്ല, ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. സോ ഇത് രണ്ടും ടാലി ആയി പോയി. അപ്പൊ അക്കൗണ്ടിങ് ഇക്വേഷൻ എപ്പോഴും നമുക്ക് ടാലി ആയി പോയിട്ടുണ്ടാവണം. ഈ ടൈപ്പ് ട്രാൻസാക്ഷൻസ് നമുക്ക് ചോദിക്കാറുള്ളൂ. എക്സാമിന് കൂടി പോയി ഒരു 4 ട്രാൻസാക്ഷൻ വെച്ചിട്ട് ചോദിക്കാറുള്ളൂ. ഓക്കെ.